ഹലോ ഗോയ്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഈ നൈറ്റ് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ സാധനമാണ്. നോക്കൂ, ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ അടിയിൽ കമൻറ്റ് വിടണം. സാറില്ല, ഞാൻ തന്നെ പറയാം. ഇതാണ് പുട്ട്. പുട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ: വെള്ളം, കുറച്ച് ഉപ്പ്, കുറച്ച് ചുവന്നുള്ളി ആരും കേട്ടിട്ടുണ്ടാവില്ല. ഇത് എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ട്രൈ ചെയ്യണം. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചപ്പോൾ ചില്ലറായ മണ്ടന്മാർ പറഞ്ഞു ഇത് ദോശയുടെ മാവാണെന്ന്. നമുക്കറിയാലോ, പൊൻകതിർ പോലെയുള്ള പുട്ടുകൾ വെള്ളം ഒഴിച്ച വെള്ളം പുട്ട് കുടിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മിറാക്കിളാണ് ഇവിടെ കണ്ടത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കിയിട്ട് കാണിക്കുന്നതായിരിക്കും. ഓക്കെ ബൈ, നമുക്ക് പുട്ടുണ്ടാക്കിയിട്ട് വരാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പുട്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ നല്ല സ്വാദിഷ്ടമായ പുട്ട്. അപ്പോൾ നമ്മളിത് കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനി കഴിച്ചിട്ട് നമ്മൾ ആർക്കൊന്നും പറ്റിയില്ലെങ്കിൽ ബാക്കിയുള്ളത് പിന്നീട്. ഓക്കെ ബൈ. കഴിച്ചിട്ട് ഞങ്ങള് പറയാതെ പുട്ടാണോ. പുട്ട് തിന്നിട്ട് മതിയാവുന്നില്ല ഇവർക്ക്, കാരണം അത്രയ്ക്കുണ്ട് ഈ പുട്ടിന്റെ ടേസ്റ്റ്. പാത്രം നിറച്ച് പുട്ടുണ്ടാക്കി വെച്ചാൽ പുട്ടേനുണ്ട്. നല്ല പുട്ടപ്പ് നന്നായിട്ട് കഴിക്കില്ലേ. പുട്ടപ്പ് കലക്കുത്. പൊളി പുട്ട്. കണ്ടോ, ഞാൻ ഈ പാത്രം നിറച്ച് പുട്ടുണ്ടാക്കി വെച്ചത് ഫുള്ള് കഴിഞ്ഞു. അതാണ് എൻ്റെ പുട്ടിന്റെ ഗുണം. കണ്ടില്ലേ ഗായ്സ്?